ഹലോ. സോ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കേക്കിൻ്റെ വ്ളോഗാണ്, ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, കുറേ നാൾ ഗ്യാപ്പ് കൂടിയിട്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ട്, ചേച്ചിക്ക് അറിഞ്ഞ ചേച്ചിയാണ്, അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു ചെറിയ കേക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു കസ്റ്റമൈസ് കേക്ക്, ഒരു നേഴ്സിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി ഓർഡർ ചെയ്യുന്നത്. അപ്പം ഓക്കെ ചേച്ചി, നമുക്ക് ഒരു ദിവസം ഓർഡർ ചെയ്യില്ലെങ്കിൽ ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ഗ്രാബ് ചെയ്യല്ലേ. അപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് വിത്ത് ക്രീം ചീസ് ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു കേക്ക്, ചെറിയ കേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 6 ഇഞ്ച് 2 ലെയേഴ്സാണ്. അത് മാക്സിമം ഒരു 8 പേർക്ക് സെർവ് ചെയ്യാവുന്ന ഒരു കേക്കാണിത്. ഇത് ബട്ടർ ക്രീം കൊണ്ട് കോട്ട് ചെയ്യാണ്. കോട്ട് ചെയ്തിട്ട് ഫോണ്ടൻ കുറച്ച് ടോപ്പേഴ്സ് ഉണ്ട്. ചേച്ചി മെയിനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്പിൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് ഈ വേറെ സ്റ്റെതസ്കോപ്പും സിറഞ്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. ചേച്ചി 2-3 റെഫറൻസ് പിക്ചർ തന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും അമ്മൂന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെ നമ്മൾ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അന്ന് തന്നെയാണ് നമ്മൾ ഈ സ്പോഞ്ച് ഉണ്ടാക്കിയതും ബട്ടർ ക്രീം എല്ലാം നമ്മൾ ആ ഒരു സെയിം ഡേ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം കൊണ്ടാണ് നമ്മൾ പോയി ആ ഫോണ്ടൻ ടോപ്പേഴ്സൊക്കെ ഞാൻ ആ സമയം കൊണ്ട് ഉണ്ടാക്കിട്ടോ. ഇപ്പോൾ മെയിനായിട്ട് ഫോണ്ടൻ ടോപ്പേഴ്സ് ഒരു ദിവസം മുന്നേ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റഡ് ആയിരുന്നു, അത് കാരണമാണ് ഞാൻ ആ ദിവസം തന്നെ ചെയ്തത്. അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നാളെ സാറ്റർഡേ ആണ്. നാളെ സാറ്റർഡേക്ക് എനിക്ക് 2-3 ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോഞ്ച് നമ്മൾ ഓവനിലേക്ക് കയറ്റിയിട്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിൽ വെക്കുന്ന ഫോണ്ടൻ ടോപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ വ്ളോഗിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇൻസ്പയർ ചെയ്തത് വന്ന് എനിക്ക് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കേക്കിൻ്റെ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു കോയമ്പത്തൂരിലുള്ള ഒരു ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട്, ചേട്ടനും അനിയത്തിയും കൂടിയിട്ട് കേക്ക് ഉണ്ടാക്കി ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. അവരുടെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ വേ ഓഫ് ആ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കേക്ക് റീച്ച് ചെയ്യാനുള്ള ആ വ്ളോഗ്, ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എൻ്റെ കംഫർട്ട് സോണിലുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഓർഡർ കിട്ടിയത്. അപ്പോൾ ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫോണ്ടൻ്റൊക്കെ റെഡി ആയിരിക്കുന്നു, എല്ലാം സെറ്റാക്കാൻ പോവാണ്. നമ്മൾ ഫൈനൽ ഔട്ട്കമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹാർട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പയ്യെ ബട്ടർ ക്രീമും കൊണ്ട് ആ ഹാർട്ട് ബീറ്റിൻ്റെ ആ പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതിന് സൈഡിൽ നമ്മൾ ബട്ടർ ക്രീമിൻ്റെ ഒരു ഡിസൈനും കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ. അത് എംറ്റി ആയിട്ട് ഫീൽ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ഈ ടോപ്പേഴ്സൊക്കെ തന്നെ ഫോണ്ടൻ ടോപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. സാധാരണ ഫോണ്ടൻ ടോപ്പേഴ്സ് തലേ ദിവസം ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഞാൻ സെയിം ഡേ ആണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹെവി ടോപ്പേഴ്സാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മേളിൽ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഹെവി ടോപ്പേഴ്സ് അല്ല, ഇന്ന് തന്നെ അവർ കട്ടും ചെയ്യും. സോ ഞാൻ ടൂത്ത് പിക്കൊന്നും വെക്കാണ്ട് തന്നെ നമ്മൾ എല്ലാം ഫോണ്ടിൻ്റെ ടോപ്പ് സെറ്റ് ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.